ജോർഡാനിൽ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ബസാമുണ്ട്. കക്ഷി അനസ്തീഷ്യ ആണെങ്കിൽ കക്ഷി പറയുന്ന എമർജൻസിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ കക്ഷി എല്ലാ ദിവസവും വന്നിരുന്നു ഇങ്ങനെ വൈകിട്ടാവുമ്പോഴേക്കും കാഷ്വാലിറ്റി എന്ന് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട്. അയാൾക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് ഓരോ കുട്ടിയും എൻ്റെ കുട്ടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ച് അയാൾ ഉറക്കവുമില്ല. അവസാനം കക്ഷിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കുട്ടികൾ ഇപ്പോൾ 1 മണിക്കൂർ മുമ്പൊക്കെ ഓടിച്ചാടി നടന്ന കുട്ടികളാണ്. അവർ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഈ പറയുന്ന തലയും പിളർന്ന് ഇങ്ങനെ വയറും പിളർന്നൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരിക്കലും മരിച്ചെന്ന് അതുമായിട്ടൊന്നും താതാത്മ്യം പ്രാപിക്കാനൊന്നും കഴിയില്ല. അവരത് വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യും. ഈ പറഞ്ഞ മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം പോകുന്നത് ഇസ്രയേൽ വഴിയാണ് പോകുന്നത്. എല്ലാ സമയവും ഒരു 5 ഡ്രോണെങ്കിലും ആകാശത്ത് ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഈ ഡ്രോണും ഈ നെറ്റ്വർക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങനെയാണ് ഒരാളെ പിടിക്കുന്നത്. ഇന്നൊരാളുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ ആയിരിക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ഡ്രോണും കൂടെ വരും. അപ്പം ഡ്രോണുകളുടെ വൻ വിരൾച്ചയാണ്. ഒരു ബുള്ളറ്റൊന്നുമില്ല, ഇങ്ങനെ ഒരു 10-25 ബുള്ളറ്റൊക്കെയാണ് കയറി പോകുന്നത്. അതിൻ്റെ കഥ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ എങ്ങനെ അവിടെ എത്തുന്നു എന്നുള്ളത്. ഈ പറഞ്ഞ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഉണ്ട്, GHF എന്ന് പറഞ്ഞത്, ഇസ്രയേലും അമേരിക്ക നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് വെച്ചാൽ വെടിവെപ്പിൻ്റെ പൂരമാണ്. നമസ്കാരം. കഴിഞ്ഞ 2 വർഷത്തിലേറെ കാലമായി നമ്മൾ ഗസയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗസയുടെ വാർത്തകൾ വരുന്ന സമയത്ത് നമുക്കൊക്കെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു വിചാരം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഗസയിലേക്ക് എത്തി അവരെ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഗസയിൽ നേരിട്ട് പോകാനും അവിടെ ആതുര സേവനം നടത്താനും സാധിച്ചിട്ടുള്ള UN ഭാഗമായിട്ടുള്ള ഡോക്ടർ സന്തോഷ് കുമാർ സാറാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. അവിടെ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ഇന്ന് കേരളത്തിനെ ആകെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ചെയ്യുന്നത്. ആദ്യമായി എങ്ങനെയാണ് ഡോക്ടർ അവിടേക്ക് എത്തിയത് എന്നൊന്ന് പറഞ്ഞു തുടങ്ങാം. 2023 നവംബറിലാണ് നമ്മൾ ഫസ്റ്റ് ടീം അവിടെ ഇങ്ങനെ പോകാനായിട്ട്. അന്നിപ്പോൾ UN എമർജൻസി മെഡിക്കൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഒക്ടോബർ 7 ഇത് ഒരു യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ നവംബർ ആകുമ്പോഴേക്കും ഈ പറയുന്ന സീജൊക്കെ തുടങ്ങിയിട്ട് അവിടത്തേക്ക് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായിരുന്നു. കാരണം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സൊക്കെ ബോംബ് ചെയ്തു. ഇപ്പോൾ വെള്ളം കിട്ടാനില്ല. അങ്ങനെ ഈ വയറ്റിളക്ക രോഗങ്ങളൊക്കെ പിടിപെട്ടും കൂട്ടത്തോട് ഡയറിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വിവിധ സംഘടനകൾ, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സും പ്രോജക്റ്റ് ഹോപ്പും UK മെഡ്, സേവ് ദി ചിൽഡ്രൻ, അങ്ങനെ വിവിധ സംഘടനകൾ അവിടെ പോകാനായിട്ട് ഒക്കെ ഒരു ശ്രമങ്ങൾ ആരംഭിച്ചത്. ഞാൻ അവിടെ നവംബറിൽ പോകുമ്പോൾ തന്നെ ഭയങ്കര ദുഷ്കരമായിരുന്നു. കാരണം 3 രാജ്യങ്ങളുടെ സമ്മതം എടുക്കണം. ഒന്ന് ഈജിപ്റ്റ്, കാരണം റഫ ബോർഡർ വഴിയാണ് പോകേണ്ടത്. റഫ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അങ്ങേ നോർത്ത് എൻഡിലുള്ള ഈ ഗസയുമായിട്ടുള്ളൊരു ചെറിയൊരു ബോർഡറാണ്. അതുവഴിയാണ് സാമഗ്രികളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോർഡർ എത്തണമെങ്കിൽ തന്നെ സിനായി പെനിൻസുല കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ ബോർഡറിൽ കൂടെ പോകണമെങ്കിൽ തന്നെ ഇസ്രയേലിൻ്റെ പെർമിഷൻ എടുക്കണം, പലസ്തീൻ്റെ പെർമിഷൻ എടുക്കണം, ഈജിപ്തിൻ്റെ പെർമിഷൻ എടുക്കണം. 3 രാജ്യങ്ങൾ പെർമിഷൻ എടുക്കണം. അപ്പോൾ 3 രാജ്യങ്ങൾ പെർമിഷൻ എടുക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്പെസിഫിക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിന് മുമ്പേ 3 രാജ്യങ്ങളുടെ എല്ലാ സംഭവങ്ങളൊക്കെ എത്തിക്കണം. അപ്പോൾ അത് ദുഷ്കരമായി തീർന്നു. ഒന്നും നടക്കാത്ത രീതിയിലൊക്കെ ആയപ്പോഴാണ് അവിടെ അതേസമയം ഭയങ്കര പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരുന്നു. എയ്ഡ് കിട്ടുന്നില്ല. ആ സമയത്താണ് പിന്നെ UN ഒക്കെ ഇടപെട്ടിട്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്. UN എമർജൻസി മെഡിക്കൽ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടാക്കുകയും ആ ടീമിനെ ഫെസിലിറ്റേഷൻ മുഴുവൻ UN തന്നെ ഏറ്റെടുത്ത് ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള ഫെസിലിറ്റേഷൻ അവർ ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ എല്ലാം 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട്
നമ്മുടെ കോൺവോയ് ആയിട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് നവംബറിൽ ഞങ്ങൾ ഒരു രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങും കെയറോ എന്നുള്ള പോക്ക്. അത് മറ്റേ ഇതിൻ്റെ സൂയസ് കനാലിൻ്റെ അടിയിൽ കൂടെ പോയിട്ടുള്ള ഇസ്മായിലിയ ടണൽ വഴി അപ്പുറത്തെത്തി സിനായി പെൻസില കഴിഞ്ഞിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസം മുമ്പ് അതിനകത്ത് ഒരു 8 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ഭയങ്കരമായ ചെക്കിംഗ് ആണ്. ഒരു 10-20 ചെക്ക് പോയിൻറ്റ്സ് എങ്കിലും ഉണ്ട്. അപ്പോൾ ചെക്ക് പോയിൻറ്റ്സ് ഒക്കെ കടന്നു പോകുമ്പോഴേക്കും 2 ദിവസം എടുക്കും. അങ്ങനെ സെക്കൻഡ് ഡേ വൈകിട്ടാകുമ്പോഴായിരിക്കും നമ്മൾ റഫ ബോർഡർ എന്ന് പറയും ബോർഡറിലെത്തുന്നത്. ബോർഡർ പിന്നെ അത് അവിടെ കിടക്കുക എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു വലിയൊരു ചെക്കിംഗ് ആണ്. അപ്പോൾ എല്ലാ ചെക്കിങ്ങിലും കൂടെ കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അവർ ആകെ നമ്മൾ ഈ പറഞ്ഞ ബ്രഷും പേസ്റ്റും കുറച്ച് തുണിയും മാത്രമായിട്ട് ബാക്കിയാവും. ബാക്കിയുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സോ മരുന്നുകളോ ഒക്കെ ആണെങ്കിൽ പോലും അവർ എടുത്ത് മാറ്റും. അങ്ങനെയാണ് അന്ന് ഈ പറഞ്ഞ റഫ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ ആ ഒരു 2 പ്രാവശ്യവും ഈ പറഞ്ഞ ഞാൻ ആദ്യം ഈ നവംബറിൽ പോയിട്ട് ഫെബ്രുവരിയിൽ തിരിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ വീണ്ടും ഒന്നുകൂടെ പോകുന്നുണ്ട്. ഏപ്രിലിൽ പോകുമ്പോൾ അപ്പോഴും ഈ റഫ ബോർഡർ അടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ റഫ ബോർഡറിലൂടെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഈ പറയുന്ന റഫയിലേക്കുള്ള ബോംബിങ്, അവിടെ നിന്നുള്ള ഇങ്ങനെ ആൾക്കാരെ മുഴുവൻ മാറ്റി പാർപ്പിക്കുകയും നിർബന്ധിതമായിട്ട് ഈ പറഞ്ഞ ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് ആക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ റഫ മുഴുവൻ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം മാറ്റി, UN കേന്ദ്രം മാറ്റി ഡെയർ എൽ ബെലിലാക്കുന്നു. ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് ഈ ബോർഡറിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വരെയുള്ള സ്ഥലം വീണ്ടും തരിശാക്കി. അങ്ങനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒറ്റപ്പെടുത്തില്ല, ഇപ്പോൾ ഈജിപ്ഷ്യൻ ബോർഡറിലേക്ക് നിന്നുകൊണ്ടുള്ള ആയുധം കടത്തുന്നുണ്ടോ എന്നൊക്കെ സംശയത്തിന് അവർ അത് റെഡ് ഏരിയ ആക്കി മാറ്റി. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് പിന്നെ എയ്ഡ് മൊത്തമായി തന്നെ അവസാനിച്ചിരുന്നു. എയ്ഡ് വർക്കേഴ്സ് പോകാൻ പറ്റാത്ത നിലവാരത്തിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ പോകുമ്പോൾ 25 ജൂണിലാണ് പോകുന്നത്. അപ്പോൾ ജൂണിൽ പോകുമ്പോൾ നമ്മൾ ജോർഡാൻ വഴിയാണ് പോകുന്നത്. അമ്മാനിൽ പോയി ഇറങ്ങിയിട്ട് അമ്മാനിൽ നിന്ന് ജോർഡാൻ ബോർഡർ ഈ പറഞ്ഞ റിവറിൻ്റെ കിങ് ഹുസൈൻ ബ്രിഡ്ജിലെത്തിയിട്ട് അത് ക്രോസ് ചെയ്ത് ഇസ്രയേലിൽ കയറി, ഇസ്രയേലിൻ്റെ ആ കോൺവോയ് ഇസ്രയേലിലേക്കാവും. പിന്നെ ഇസ്രയേൽ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ കോൺവോയ് നേരെ പോയി നിൽക്കുന്നത് അവസാനം അല്ലംബിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഗാസയുമായിട്ടുള്ളൊരു ബോർഡറിലാണ്. അവിടെ നിന്ന് ഇറങ്ങി ഈ പറഞ്ഞ നോമാൻസ് ലാൻഡ് കഴിഞ്ഞ് അപ്പുറത്തെത്തുമ്പോൾ ഗസയിൽ നിന്നുള്ള വാഹന വ്യൂഹം എത്തും. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് ഈ പ്രാവശ്യം പോകുന്നത്. ഈ യുദ്ധഭൂമിയിലൊക്കെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ആശുപത്രികളായിരിക്കും. പക്ഷേ ഗസയിൽ അവർ ആദ്യം തകർക്കാൻ നോക്കുന്നത് ആശുപത്രികളാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ? ആശുപത്രി തുറക്കുന്നത് നമ്മൾ ആക്ച്വലി ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഇതൊരു എപ്പോഴും ആശുപത്രി തകർക്കുന്നത് എല്ലാവരും എപ്പോഴും ബാൻ ചെയ്തതാണെങ്കിൽ പോലും മിക്കവാറും ഒക്കെ എല്ലാ യുദ്ധത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒക്കെ പറയുന്നത് ഇത് ഭയങ്കര റാമ്പൻ്റ് ആണ്. ഇതിപ്പോൾ ഈ ഗസയിലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ലെജിറ്റിമസൈസ് അത് ഒരു തീർച്ചയായും നടത്തേണ്ട കാര്യമെന്ന പോലെയാണ്. ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്യുന്ന വളരെ സാധാരണ സംഭവം എന്ന പോലെയാണ് ചെയ്യുന്നത്. മറ്റതൊക്കെ ഒരു പ്രാവശ്യം ബോംബ് ചെയ്താൽ പോലും അത് കയ്യബദ്ധമാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു അപ്പോളജി എങ്കിലും ഉണ്ടാവും. ഇപ്പം അത് അങ്ങനെയൊന്നുമില്ല. അൽഷിഫ ഹോസ്പിറ്റലാണ് ആദ്യം നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന നവംബറിൽ പോകുമ്പോൾ ആക്ച്വലി അവിടെ ബോംബിങ്ങിന് ഒരു പ്രശ്നം തുടങ്ങിയിരുന്നു. അൽഷിഫ ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അവിടെ വലിയ ഹോസ്പിറ്റലാണ് അൽഷിഫ ഹോസ്പിറ്റൽ. അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. 1500-2000 പേഷ്യൻ്റ് ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ വെന്റിലേറ്ററിലെ പേഷ്യൻ്റ്, നിയോനേറ്റൽ ICU ഉണ്ട്, ഈ പറഞ്ഞ കാലും കൈയും ഒടിഞ്ഞവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഇവരൊന്നും മാറ്റുക വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഒന്ന് ആരും ആംബുലൻസ് മൊത്തമായി തന്നെ ഇല്ല, ഫ്യൂവലില്ല, അടുത്ത് മാറ്റേണ്ട സ്ഥലങ്ങളില്ല. അപ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല. ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഹോസ്പിറ്റൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ.
അപ്പോൾ ഇവർ തിരിച്ച് മറുപടി പറ്റത്തില്ല, ഇങ്ങനെ ഹോസ്പിറ്റൽ ബോംബ് ചെയ്യാനും പാടില്ല, ഇത് ചെയ്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് മാറാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇത്രയും പേര് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മറുപടി കൊടുത്തു. പക്ഷെ അവർ വീണ്ടും ഇൻസിസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 3 ദിവസം കൊടുക്കുന്നു, പിന്നെയും മാറുന്നില്ല. പിന്നെ ഒരു ഹെലികോപ്റ്ററിലൊക്കെ ഈ പറഞ്ഞ പാംപ്ലെറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടൊരു 5 ദിവസം കഴിയുമ്പോഴേക്കും ബോംബ് ചെയ്തു. അപ്പോൾ അതാരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അൽഷിഫ ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അന്ന് കുറേ ഡോക്ടർമാരും പേഷ്യൻസും എല്ലാം മരിച്ചു. ഹോസ്പിറ്റൽ അബാൻഡൻ ചെയ്തു. പേഷ്യൻസിനോടൊക്കെ വേറെ ഷിഫ്റ്റ് ചെയ്യാൻ മാർഗമൊന്നുമില്ലല്ലോ. പറ്റുന്ന പേഷ്യൻസൊക്കെ കുട്ടികൾ പോലും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കി ഡോക്ടർമാരെല്ലാം പോയി. അത് വലിയ പ്രശ്നമായി. അപ്പോൾ പിന്നെ അൽ-അക്സ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഡിയർ എൽബിലെ അടുത്ത ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ബോംബ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇതുപോലെ ബോംബ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ബോംബ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ നിമിഷം തന്നെ ഡോക്ടർമാരൊക്കെ എല്ലാം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ വലിയ പറഞ്ഞത് 750-800 പേഷ്യൻസും ഡോക്ടർമാർ വളരെ വിരലിലെണ്ണാവുന്ന ഡോക്ടർമാരും നഴ്സുമാരും മാത്രമായി. ഇപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് ടീം പോകുന്നത് പോലും. അൽ-ഷിഫയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ ഒരു ഒറ്റത്തെങ്ങ് നിൽക്കുന്ന പോലെയാണ്. അത് ചുറ്റും മുഴുവൻ സ്ഥലവും ഇടിച്ച് പൊളിച്ച് ഈ പറയുന്ന ഒരു സ്കെൽട്ടൺ പോലെ ആക്കിയിട്ടുള്ള കെട്ടിടങ്ങളും, അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അവിടെ വരെയും ബോംബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 15 പേരുള്ള സംഘമാണ് പോകുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ പിന്നെ ഫുൾ ടൈം ബോംബിങ് ആണ്. അതിനിടയ്ക്ക് കൂടെയാണ് പോകുന്നത്. ഒരു വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് ഈ പറഞ്ഞ നമ്മൾ പോകാനായിട്ട് ലോജിസ്റ്റിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. വേറൊന്നും ഒരു പഴയ വണ്ടിയും ഒരു സാറ്റലൈറ്റ് ഫോൺ പോലും ഇല്ല, മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ തന്നെ ഇല്ല, കറണ്ടില്ല. അപ്പോൾ ഇവിടേക്ക് പോകാൻ വേണ്ടി നമ്മൾ പറയുകയും ചെയ്യും, നമ്മൾ പോയില്ലെങ്കിൽ ഒരു പ്രശ്നമാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നിറച്ചും ഇങ്ങനെ ബോംബിങ് തന്നെയാണുള്ളത്. അപ്പോൾ ഈ അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഹോസ്പിറ്റൽ മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഈ പ്രാവശ്യം പോകുമ്പോൾ ഈ ജൂണിൽ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ്, സെപ്റ്റംബറിലാണ് നാസർ ഹോസ്പിറ്റൽ. അവിടെ ബോംബ് ചെയ്യുന്നത് 3 പ്രാവശ്യം ബോംബ് ചെയ്തിരുന്നു. ഞാൻ ഉള്ളപ്പോൾ തന്നെ ഫസ്റ്റ് ബോംബിങ് അവിടുത്തെ ICUലേക്ക്, അത് മിസൈലാണ്. അതായത് ഒരു നേതാവ് അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് വളരെ കൃത്യമായി തന്നെ അയാൾ കിടക്കുന്ന ഇത് ബെഡ് അടക്കം പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് ആ ജനലിൽ കൂടിയാണ് ആ മിസൈൽ പോകുന്നത്. അത്രയും പ്രിസിഷൻ അറ്റാക്കാണ്. അയാൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഡോക്ടർമാരും എല്ലാം മരിച്ചു. ICU അടച്ചുപൂട്ടി. പിന്നെ സെക്കൻഡ് ബോംബിങ് ഡബിൾ ടാപ്പായിരുന്നു. വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഡബിൾ ടാപ്പ്. അതിന് മുകളിൽ ഈ ജേർണലിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിൽ ബോംബ് ചെയ്തു. ഫസ്റ്റ് ബോംബിങ്ങിന് ഏകദേശം 20ഓളം പേര് മരിച്ചു. പിന്നെ അവർ രക്ഷിക്കാൻ പോകുന്ന ബാക്കി ജീവനക്കാരും മറ്റുമൊക്കെ മുകളിലെത്തിയപ്പോഴേക്കും ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സെക്കൻഡ് ബോംബിങ് അതേ സ്ഥലത്ത് 50 പേര് മരിച്ചു. ഇത് ഇത്രയും ഇപ്പോൾ നമ്മൾ മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 35 ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫങ്ഷണലായിട്ട് ഈ പറഞ്ഞ നാസർ ഹോസ്പിറ്റലും അൽ-അക്സ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ രോഗികളുണ്ടാകും. ആ രോഗികൾക്കൊക്കെ സർജറി ആവശ്യമാകുന്ന സമയത്ത് ഈ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എങ്ങനെയാണത് ഡോക്ടേഴ്സ് ചെയ്യുന്നത്? എന്താണ് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോംബിങ്ങിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും വളരെ ബോംബിങ് നടക്കുന്ന അൽ-അക്സയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം പോകുന്നത് ഇസ്രയേൽ വഴിയാണ് പോകുന്നത്. എല്ലാ സമയവും ഒരു 5 ഡ്രോണെങ്കിലും ആകാശത്ത് ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഈ ഡ്രോണും ഈ നെറ്റ്വർക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങനെയാണ് ഒരാളെ പിടിക്കുന്നത്, ഇങ്ങനെ ഇന്നൊരാളുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ ആയിരിക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ഡ്രോണും കൂടെ വരും. അപ്പം ഡ്രോണുകളുടെ വൻ മുരൾച്ചയാണ്. ഭയങ്കര ഒച്ചയാണത്. വലിയ ഡ്രോണുകളാണ്, ചെറിയ ഡ്രോണൊന്നുമില്ല. അപ്പോൾ ഡ്രോണുകൾ ഇങ്ങനെ പറന്നു തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം അടുത്ത ബോംബിങ് വരുന്നതാണ്. അപ്പോൾ ആണുങ്ങൾ മിക്കവാറൊക്കെ പോവും. പിന്നെ ഈ സ്ത്രീകളും കുട്ടികളും ആവും. അപ്പോൾ സ്ത്രീകൾ ഈ പറയുന്ന കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും.
റോഡിലൊക്കെ ആയിരിക്കും. കാരണം അവർ നോക്കാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ ഇവരെവിടെയാണെന്ന് അറിയില്ല. ഇവർ ഈ പറയുന്ന തിരക്കും നിരക്കും വിട്ട് പല സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാം പിടിച്ച് തിരിച്ച് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പാൽക്കുപ്പിയും ഭക്ഷണമൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴേക്കും മിസൈൽ ഒന്നുണ്ടാവും. പിന്നെ ഒരിക്കൽ മിസൈൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പോകില്ല. കാരണം ഈ പറഞ്ഞ ഡബിൾ ടാപ്പ് അല്ല, ട്രിപ്പിൾ ടാപ്പും 4 പ്രാവശ്യം 4-5 റൗണ്ട് ബോംബിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആർക്കെങ്കിലും അങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് പോകാൻ കഴിയുക തന്നെ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ മിക്കവാർക്കും മരിക്കേണ്ടവരെല്ലാം മരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവർ വലിയ പ്രവാഹം വരുന്നത് ഈ സ്ഥലത്തുനിന്ന് ആൾക്കാർ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ടുള്ള സ്ത്രീകളും ബാക്കിയുള്ളവരൊക്കെ വന്ന് അലമുറയിട്ട് കരയുമായിരിക്കും. ഈ കുട്ടികൾ ഇപ്പോൾ 1 മണിക്കൂർ മുമ്പൊക്കെ ഓടിച്ചാടി നടന്ന കുട്ടികളാണ്. അവർ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഈ പറയുന്ന തലയും പിളർന്ന് ഇങ്ങനെ വയറും പിളർന്നൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരിക്കലും മരിച്ചെന്ന് അതുമായിട്ടൊന്നും താതാത്മ്യം പ്രാപിക്കാനൊന്നും കഴിയില്ല. അവരത് വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യും. അപ്പോൾ ബ്ലാക്ക് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹോളാക്കി പിന്നെ അവസാനം. അതിന് പുറകിലാണ് പിന്നെ പരിക്കേറ്റ മുതിർന്നവരൊക്കെ വരുന്നത്. അപ്പോൾ ടേബിള് ഒരു ഏത് ഹോസ്പിറ്റലായാലും ഒരു ടേബിള് കൂടിപ്പോയൊരു 4 അല്ലെങ്കിൽ 6 ടേബിളൊക്കെ കാണും. ഒരു പ്രാവശ്യം പോകുമ്പോൾ മിനിമം ഒരു 30-40 പേരെങ്കിലും ഗുരുതരമായിട്ടുള്ള ഈ പറഞ്ഞ ഓപ്പറേഷന് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ഫസ്റ്റ് വരുന്ന ആൾക്കാരെ ആദ്യം കയറ്റുക എന്ന് മാത്രമേ നടക്കുള്ളൂ. അത് ഗുരുതരമായത് ആരാണ് നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ടേബിളിൽ ഈ പറഞ്ഞ ടീമൊക്കെ അനസ്തേഷ്യ ടീമൊക്കെ ഒരു 6 ടീമൊക്കെ കാണും. ആദ്യത്തെ 6 പേര് കയറ്റി കഴിഞ്ഞാൽ ബാക്കി കിടക്കുകയല്ലേ. 30 പേര് ബാക്കി 24 പേര് കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഈ പറഞ്ഞ ബ്ലീഡ് ചെയ്ത് മരിക്കുന്ന പരിപാടിയാണ്. ഐ വി ഫ്ലൂയിഡും ബ്ലഡ് കൊടുത്താൽ പോലും ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യുക, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് നടത്തണമെങ്കിൽ പിന്നെ വേറെ മാർഗമില്ല. അപ്പോൾ ഈ അനസ്തേഷ്യ കൊടുക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. പിന്നെ തൽക്കാലമായിട്ട് എന്തെങ്കിലും ലോക്കൽ കൊടുക്കുകയോ ഇല്ലെങ്കിൽ ബ്ലോക്ക് കൊടുക്കുകയോ അൾട്രാസൗണ്ട് കൊണ്ട് ബ്ലോക്ക് കൊടുക്കുകയോ ചെയ്തിട്ട് അനസ്തേഷ്യ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത്. അല്ലാതെ വേറെ പോസിബിലിറ്റി ഇല്ല. പിന്നെ നമ്മളൊക്കെയാണ് നമ്മൾ ഓർത്തോപെഡിക് സർജൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് മുഴുവൻ ജനറൽ സർജറിയാണ്. അപ്പോൾ എമർജൻസി ലാപ്രോട്ടമി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡാമേജ് കൺട്രോൾ ലാപ്രോട്ടമി എന്ന് പറഞ്ഞിട്ട് തുറന്നിട്ട് 4 സൈഡും പാക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉണ്ട്. ബ്ലീഡിങ് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ചെയ്യുക. വലിയ സ്പ്ലീനൊക്കെ ആണെങ്കിൽ സ്പ്ലിനക്ടമി ചെയ്യുക, ലിവർ ആണെങ്കിൽ സൂച്ചർ ചെയ്യുക, സിംഗിൾ സൂച്ചർ ചെയ്യുക, ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഏർപ്പാടുണ്ട്. അത് ചെയ്യുക മാത്രമേ ഉള്ളൂ എന്തെങ്കിലും രക്ഷിക്കാനുള്ള പരിപാടി. അപ്പോൾ അത് പിന്നെ ഇവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ പെയിനാണോ ജീവിക്കുകയാണോ ഈ രണ്ടും ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ ജീവിക്കുകയാണെന്ന് പ്രധാനമെന്നുള്ളൊരു ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അനസ്തേഷ്യ ഇല്ലാതെ ചെയ്താലും അയാൾ ജീവിക്കുമെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുക തന്നെയായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ സർജറിക്ക് പോകുന്നത്. ചില കുട്ടികളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർ അവസാന നിമിഷമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു സമയമുണ്ടല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഓർക്കുന്ന ഒരു സാഹചര്യം വരുമോ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ നമ്മൾ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾ പിന്നെ കൂടെ ജോർഡാനിൽ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ബസാമുണ്ട്. കക്ഷി അനസ്തേഷ്യ ആണെങ്കിൽ കക്ഷി പറയുന്ന എമർജൻസിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ കക്ഷി എല്ലാ ദിവസവും വന്നിരുന്നു ഇങ്ങനെ വൈകിട്ടാവുമ്പോഴേക്കും കാഷ്വാലിറ്റിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട്. അയാൾക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് ഓരോ കുട്ടിയും എൻ്റെ കുട്ടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഉറക്കവുമില്ല. അവസാനം കക്ഷിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കക്ഷി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു പോകണം, ഇവിടെ നിന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളുടെ പരിക്ക് വളരെ വ്യത്യസ്തമാണ്. അത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ പോകുമ്പോഴാണ് അത് കാണുന്നത്. ഇങ്ങനെ ഒരു ബുള്ളറ്റൊന്നുമില്ല, ഇങ്ങനെ ഒരു 10-25 ബുള്ളറ്റൊക്കെയാണ് കയറി പോകുന്നത്. അവന് അതിൻ്റെ കഥ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ എങ്ങനെ അവിടെ എത്തുന്നു എന്നുള്ളത്. ഈ പറഞ്ഞ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഉണ്ട്, GHF എന്ന് പറഞ്ഞാൽ ഇസ്രയേലും അമേരിക്ക നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് വെച്ചാൽ വെടിവെപ്പിൻ്റെ പൂരമാണ്. ഈ പറഞ്ഞ രാത്രി പകല് 10 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഈ ഭക്ഷണം നല്ല കിട്ടാൻ വേണ്ടിയിട്ട്
നേരത്തെയൊക്കെ രാത്രി 2 മണിക്കും 12 മണിക്കും അവിടെ പോയി നിൽക്കും. അപ്പോൾ ഈ വലിയൊരു മണൽപ്പരപ്പിൻ്റെ ഒരു സൈഡിൽ, വലിയൊരു കുന്നിൻ്റെ സൈഡിലാണ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ബഹളം ഉണ്ടാകുമ്പോഴേക്കും അവർ ടവർന്ന് വെടിവെപ്പ് തുടങ്ങും. വെടിവെപ്പം ചില ഇതിപ്പം ഈ കിടന്നില്ല എങ്കിൽ ഇങ്ങനെ പുറത്ത് കൊള്ളുന്ന വെടിവെപ്പാണ്. തല പൊക്കിപ്പോയി കഴിഞ്ഞാൽ തലയ്ക്ക് വെടികൊള്ളും. ആ നിലവാരത്തിലുള്ള വെടിവെപ്പാണ് നടക്കുന്നത്. അതിനകത്ത് മരിക്കുന്നവരുടെ കൈ കണക്കുമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും എടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് വെടി കിട്ടും. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഒക്കെ രാവിലെ ആകുമ്പോൾ ഈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന, ബാക്കിയുള്ള എല്ലാവരും രക്തം ഒഴുകി വരുന്ന അതിൽ കുളിച്ച് കിടക്കുന്ന രംഗമാണ്. ഈ കുട്ടികൾ ഈ നോക്കാനൊന്നും ആളില്ല വീട്ടുകളിലെ. ഒരു ടെൻറ്റിലൊക്കെ 15-25 പേരൊക്കെയാണ് ഉള്ളത്. എല്ലാവരും ഈ ഭക്ഷണം കിട്ടുക എന്നുള്ളതിന് പ്രധാനമാണ്. അപ്പോൾ ഭക്ഷണം അന്വേഷിച്ച് പോകാൻ തന്നെ വലിയ പ്രശ്നമാണ്. പിന്നെ വെള്ളം, ബാക്കി എന്തെങ്കിലുമൊക്കെ ഫോണ് കൊണ്ട് കണക്ഷൻ, ഈ പറഞ്ഞ ഒരു ചാർജ് ഉണ്ടാക്കുക, ഇങ്ങനെ പ്രയോറിറ്റിയൊക്കെ മാറും. ഇനി ഒരു എക്സ്ചേഞ്ച്, പൈസ മേടിക്കുക, ഇതെല്ലാം സമയമെടുക്കും. ഇപ്പോൾ പറഞ്ഞ മുതിർന്നവരെല്ലാം ഇതിൻ്റെ പിറകെ കിടക്കുകയാണ്. അപ്പോൾ കുട്ടികളെ നോക്കാൻ ആരുമില്ല. കുട്ടികളെല്ലാം സ്ട്രീറ്റിലാണ്, സ്കൂളില്ല. ഇപ്പോൾ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ അവർ കണ്ട വണ്ടിയിലൊക്കെ വെറുതെ ചുമ്മാ കയറും. ഈ പറഞ്ഞ കഴുത വണ്ടി, കുതിര വണ്ടി മാത്രമാണുള്ളത്. ബാക്കി വാഹനങ്ങൾ അതെല്ലാം ഫ്യൂവലില്ലാത്തതുകൊണ്ട് ഓടുന്നില്ല. പിന്നെ റിപ്പയർ ചെയ്ത സ്ഥലമില്ല, വർക്ക്ഷോപ്പ് പൂട്ടിയതുകൊണ്ട് അത് ഓടുന്നില്ല. അപ്പോൾ ഇതിൽ കയറും. ഇതിൽ കയറിയിട്ട് ഇതെവിടെയെങ്കിലും പോയി നിൽക്കും. അപ്പോൾ ഇവർക്ക് തിരിച്ചു പോകാനുള്ള സ്ഥലം അറിയില്ല. അടുത്ത വണ്ടിയിൽ എവിടെയെങ്കിലും കയറും, അത് വേറെയെങ്കിലും പോകും. അവസാനം ഇവർ ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ട്രക്കിൽ കയറി അവിടെ എത്തും. അത് രാത്രിയൊക്കെ ആകുമ്പോൾ അവർ ഇവിടുന്ന് അവിടെ എത്തിയിട്ട് അവിടെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങും. ഈ രാത്രി 10 മണി കഴിയുമ്പോഴേക്കും 12 മണി കഴിയുമ്പോഴേക്കും ഈ വെടിവെപ്പ് തുടങ്ങും. വെടിവെപ്പ് ചില ഇങ്ങനെ പറഞ്ഞ പൂരം കണക്ക്, ഈ പറഞ്ഞ വെളിച്ചം ഇങ്ങനെ ദീപാവലി പോലെയാണ്. ഈ പൊങ്ങി ഈ പറഞ്ഞ പൂത്തിരി കത്തുന്ന പോലുള്ള സംഭവങ്ങളാണ്. കുട്ടികൾ ഈ പറഞ്ഞ ഭയങ്കര ബഹളമൊക്കെ കേട്ട് ഇങ്ങനെ കഴിച്ചു നോക്കും. ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആകാശത്ത് മുഴുവൻ ഇങ്ങനെ പൂത്തിരി കത്തുന്ന പ്രതീതിയാണ്. അവർ പെട്ടെന്ന് ചാടി എണീറ്റ് എന്താ നടക്കുന്നത് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന മാത്രമേ ഓർമ്മയുണ്ടാവൂ. ഒരു 19 ബുള്ളറ്റ് അവർ പുറത്തോടെ കയറി പോകും. അങ്ങനെയാണ് ഇവർ രാവിലെ ആകുമ്പോൾ ഇവരുടെ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെ 10 മണി കഴിയുമ്പോഴൊക്കെ കഴുത വണ്ടിയിൽ, കുതിര വണ്ടിയിലൊക്കെ ആയിട്ട് ഇവരെ ഇങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുവരും, കാഷ്വാലിറ്റി കൊണ്ടുവരും. മിക്കവാറൊക്കെ മരിച്ചിട്ടുണ്ടാവും. എന്തായാലും പൊതുവെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബ്രണ്ട് ബെയർ ചെയ്യുന്നത് അതാണെങ്കിൽ ഈ പറഞ്ഞ മരിച്ചവരുടെ എണ്ണം, പരിക്കേറ്റവരുടെ എണ്ണം നോക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളും ആവുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഈ പുരുഷന്മാർ പലതൊക്കെ അവർക്ക് ഈ പറഞ്ഞ ഇത് ഇവേഡ് ചെയ്യാനും ഇല്ലെങ്കിൽ ഇതുമായിട്ടുള്ളൊരു കോൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പോകും. പിന്നെ ബാക്കി അവശേഷിക്കുന്നത് അവർ പെട്ടെന്ന് ഓടിപ്പോവുകയും ചെയ്യും. ഈ സ്ത്രീകളും കുട്ടികളും ഈ പറഞ്ഞ സ്ഥലത്ത്, ബോംബെ സ്ഥലത്തൊക്കെ മുഴുവൻ ഈ പറയുന്ന ഈ പാരച്യൂട്ടിൽ നിന്ന് വരുന്ന വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി ഭക്ഷണം എറിഞ്ഞു കൊടുക്കും. അത് മുഴുവൻ ഈ പറഞ്ഞ ചരട് പൊട്ടും. അത് നേരെ വന്ന് വീഴുന്നത് ഈ പറഞ്ഞ ടെന്നിൻ്റെ പുറത്താണ്. ടെന്നിൻ്റെ പുറത്ത് സ്ത്രീകളും കുട്ടികളായിരിക്കും. അതിനകത്ത് എത്ര മരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഏത് നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അതിൻ്റെ ബ്രണ്ട് ബെയർ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. സാർ ഒരുപാട് ചിത്രങ്ങൾ അവിടെ നിന്ന് പകർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചിത്രം എപ്പോഴും അവിടെ നിന്ന് നമ്മുടെ മനസ്സിങ്ങോട്ട് മാറാത്തൊരു ചിത്രം അതേതായിരിക്കും? ഒന്ന്, നമ്മൾ ഈ അനാഥരായിട്ടുള്ള ഏത് യുദ്ധത്തിന് അതിനൊരു പ്രശ്നം തന്നെയാണ്. ഈ പറഞ്ഞ കുട്ടികൾക്ക് ഈ യുദ്ധം, ഈ പറഞ്ഞ വാർ ഓർഫൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു സംഗതിയുണ്ട്. ഇതിൽ അച്ഛനമ്മമാരൊക്കെ പോയി ഈ പറഞ്ഞ അച്ഛൻ ഇതുപോലെ ഈ പറയുന്ന ഭക്ഷണത്തിൽ പോയിട്ടൊക്കെയോ അവരെ ആ കുടുംബത്തിലെ ആണുങ്ങൾ മുഴുവൻ ഈ ഭക്ഷണം എടുക്കാൻ പോയിട്ട്, ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കക്ഷി, അയാളുടെ 2 ബ്രദേഴ്സും പോയി. ഒരാൾ ഇതുപോലെ സ്റ്റാമ്പേഡിൽ ഈ പറഞ്ഞ ചവിട്ടി പതിച്ച് അവിടെ പോയിട്ടുള്ള വലിയ തിരക്കിനിടയിൽ പെട്ട് മരിച്ചുപോയി. ഒരാൾ ട്രക്കിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ അടിച്ചു മാറ്റുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോയിട്ട് ട്രക്കിൻ്റെ അടിയിലായിട്ട് മരിച്ചുപോയി. അപ്പോൾ ഈ മനുഷ്യൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീകളായിരിക്കും അടുത്ത സ്ത്രീകളായിരിക്കും പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോൾ സ്ത്രീകൾ മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ കുടുംബത്തിൽ പിന്നെ ആരും അവശേഷിക്കുന്നുണ്ടാവില്ല. അതിന് കുട്ടികളെല്ലാം കൂടെ അവസാനം ഈ പറയുന്ന ഈ വിവിധ ഓർഗനൈസേഷൻസ്, സേവ് ദി ചിൽഡ്രനൊക്കെ നടത്തുന്ന ഓർഫനേജസിൽ
വന്ന് താമസിക്കുമ്പോൾ. അപ്പോൾ അവർ അവിടെ മാത്രം ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ അവരെല്ലാം കൂടി ഇരുന്ന് എടുക്കുന്നൊരു ഫോട്ടോയുണ്ട്. എല്ലാവരും ഓർഫൻസാണ്. അപ്പോൾ ഭയങ്കര ഈ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. അവർ വല്ല ചിരിച്ച് കളിച്ച് അവർ ഈ പറഞ്ഞ നഷ്ടമായതിനെ കുറിച്ചൊന്നും വലിയ ഓർമ്മയൊന്നും അവരവശേഷിക്കുന്നില്ല. പക്ഷെ നമ്മൾ അവരെ കാണുമ്പോൾ ഇവരെന്താവും നമ്മൾ അറിയാതെ ആലോചിച്ചു പോവും. ഈ ഒരു യുദ്ധത്തിനകത്ത് ഈ ഭീകരതയൊക്കെ കണ്ടു വളരുന്ന ആൾക്കാർ, പഠിക്കാതെ വളരുന്ന ആൾക്കാർ, അക്ഷരം പഠിക്കാത്ത ആൾക്കാർ, ഇവരെ ആ അടുത്ത തലമുറ എന്താവുമെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഈ പറഞ്ഞ ബോംബിങ്ങിനകത്ത്, ഹോസ്പിറ്റലിലെ ബോംബിങ്ങിനകത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു ഡോക്ടർ നൗഫൽ. അപ്പോൾ ഫസ്റ്റ് ബോംബിങ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഞാനും അയാളും കൂടിയാണ്, ബാക്കിയെല്ലാവരും കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ഇപ്പോൾ വരുന്നവരെയൊക്കെ മുഴുവൻ ചികിത്സിച്ചു, ഇങ്ങനെ ഇൻഡ്യൂബേറ്റ് ചെയ്യുന്നു, ചെസ്റ്റ് ട്യൂബ് ഇടുന്നു, ആ ബഹളം. അപ്പോൾ ഇയാൾ ഫോൺ അടിക്കുന്നുണ്ട്. ഫോൺ അടിച്ചിട്ട് അവൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ അമ്മയാണ്. അപ്പോൾ അവർ ഈ വാർത്തയിലൂടെ അറിഞ്ഞിട്ട് ഇവനെ എന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഇവനത് എടുത്തിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും മനസ്സിലാവുന്നില്ല. അവർക്ക് ഭയങ്കര ഒച്ചയും ഈ പറഞ്ഞ റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് ഞാൻ ആ പുറത്ത് പോയിട്ട് ഹോസ്പിറ്റലിലെ ഈ പറഞ്ഞ പോർട്ടിക്കോയിൽ പോയിട്ട് അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോണും എടുത്തിട്ട് പുറത്തോട്ട് പോയതാ. പുറത്തോട്ട് പോയി അവിടെ നിന്ന് സംസാരിക്കുകയാണ് സെക്കൻഡ് ടാപ്പ് വരുന്നത്. ആ മോളിൽ നിന്ന് ഇടിഞ്ഞ് വീഴുന്ന മുഴുവൻ അവൻ്റെ പുറത്ത് വന്നു തൽക്ഷണം മരിച്ചു. അവന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ളവരെ കൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന, അതുവരെ വർക്ക് ചെയ്യുന്ന മനുഷ്യൻ പിന്നെ വരുന്നത് ഞാൻ അതിനെ ബോഡി ഈ പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ വരുന്നത് കാണുന്നത്, മരിച്ചു വരുന്ന കാണുന്നത്. അതൊക്കെ ടോട്ടലി നമ്മൾ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള, കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു സെക്കൻഡിലൊക്കെ ജീവിതമൊക്കെ മാറി മറിയുന്നതും മരിച്ചു വീഴുന്നതൊക്കെ നമുക്ക് എന്താണ് തറച്ചു നിൽക്കുന്ന, ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്ന ഫോട്ടോസ് തന്നെ ആയിരിക്കും. ആ മറിഞ്ഞു വീഴുന്ന വണ്ടിക്കകത്ത് നിന്ന് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി, ആ ജല്ലിക്കെട്ടിലെ സിനിമയിലെ കാളയുടെ പുറത്ത് ആളുകൾ കയറുന്ന പോലെ ഇങ്ങനെ കയറും. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വെടിവെപ്പ് നടക്കും. ഇതിനെ സംരക്ഷിക്കാൻ വരുന്നവരുടെ വെടിവെപ്പും ടാങ്കിൻ്റെ വെടിവെപ്പും കൊണ്ട് അത് കുറേ ആൾക്കാർ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കാലത്ത് ഇറങ്ങി നടക്കും, വെള്ളം ഇവിടെ കിട്ടും എന്ന് പറഞ്ഞ് നടക്കും. ഇത് ഈ പറയുന്ന ഈ ടോയ്ലറ്റിൽ വെള്ളമൊന്നും ഉപയോഗിക്കും, ഇതെല്ലാം ഒഴുകി പരന്ന് റോഡിലൂടെ എല്ലാം ഇങ്ങനെയാണ്. നമ്മളത് ലിറ്ററലി നമ്മളിത് വാക്കിംഗ് ഓൺ ഫേസസ്, ഈ മരത്തിൻ്റെ പുറത്ത് നടക്കുന്ന, നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ കുമ്പളകളൊക്കെ പൊങ്ങും. ഏത് സ്ഥലത്തും ഇങ്ങനെയാണ്. നമ്മൾ വി ഫീൽ ലൈക്ക് നമ്മളതിന് പുറത്ത് പറഞ്ഞ ഹൈഡ്രജൻ സൾഫേറ്റ് ഇതിൻ്റെ ആ മണം മാത്രമേ ഉള്ളൂ. നമ്മളകത്ത് കയറി ചെല്ലുമ്പോൾ അത് മണം മാത്രം, ഈ സംഭവം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വലിയ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ, ക്യാമ്പിൽ നടക്കുക, നമ്മൾ ക്ലിനിക്കൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ആണുങ്ങളും എല്ലാവരും ഈ പറഞ്ഞ തലയിലൂടെ ഇങ്ങനെ ഈ പറയുന്ന ഒരു വേഷമൊക്കെ ഇട്ട് ബാക്കി മുഴുവൻ എക്സ്പോസ്ഡ് ആണ്, ബാക്കി താഴെ മുഴുവൻ എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ പോലെ പറഞ്ഞ പൊതുവായി ഇങ്ങനെ ഇതൊക്കെ പബ്ലിക് ആയിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഏർപ്പാടൊന്നും നമ്മുടെ ഇല്ല. വലിയ ടോയ്ലറ്റിലൊക്കെ പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇത് ആ ഒരു സമൂഹത്തിന് മുഴുവൻ ഡിഗ്നിറ്റി അങ്ങ് പോവാണ്. അവരിങ്ങനെ നമ്മൾ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അവർ അറിയാതെ വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും.